പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. തമ്പുരാന്റെ കരുണയാണ് പിതാവായ ദൈവം നമ്മോട് കാണിച്ച കരുണയാണ് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ. കർത്താവേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി ലോകത്തിൻ്റെ പല കോണുകളിലിരുന്ന് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങളിലും സാധ്യതകളിലുമായിരുന്ന് നിന്നെ ആരാധിക്കുന്ന, നിന്നെ സ്തുതിക്കുന്ന, നിന്നെ മഹത്വപ്പെടുത്തുന്ന, നിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന നിമിഷങ്ങളാണത്. കർത്താവേ, ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി മക്കള് പക്ഷെ വലിയ ദുഃഖത്തിലും വേദനകളിലും സങ്കടങ്ങളിലും ജീവിതത്തിൽ തീരുമാനങ്ങളെടുക്കാൻ വല്ലാതെ അസ്വസ്ഥരായി നിൽക്കുന്നവരായിരിക്കാം. രക്ഷജീവിതം സമ്മാനിച്ച ചില ദുരനുഭവങ്ങൾ വല്ലാതെ തകർത്ത് കളഞ്ഞവർ ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ടാകാം. ഇന്നലകളിൽ ദൈവം കരുണ കാണിച്ചതിൻ്റെ, തൻ്റെ സ്നേഹം ചൊരിഞ്ഞതിൻ്റെ ആനന്ദത്തിൻ്റെ അനുഭവത്തിലായിരിക്കുന്ന മക്കളും ഇതിനകത്തുണ്ടാകാം. കർത്താവ് കൈപിടിച്ച് നടത്തിയ സ്നേഹത്തിൻ്റെ നിരവധിയായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും അതിനെ ഓർത്ത് വല്ലാതെ സന്തോഷിക്കുന്നവരുമായ മക്കള് രക്ഷയാരാധനയിൽ പങ്കുചേരുന്നുണ്ടാകാം. ഈശോയെ, നിന്റെ കരുണ യാചിച്ചുകൊണ്ട് ലോകം മുഴുവനും വേണ്ടി നിന്റെ കാരുണ്യം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ഇന്ന് ഈ നിമിഷം ഒരുമിച്ച് ചേർത്ത് നിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. കർത്താവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ നിന്റെ വചനം വാഗ്ദാനം ചെയ്യുന്നത് പോലെ നിന്റെ കരുണയും നിന്റെ സ്നേഹവും ഇപ്പോൾ ഈ നിമിഷം ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ മക്കളിലേക്കും നീ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവരുണ്ട്. വർഷങ്ങളായി ചില രോഗാവസ്ഥകളുടെ നടുവിൽ ഭാരപ്പെടുന്നവരുണ്ട്. രോഗം മൂലം മനസ്സ് തളർന്നവരും വല്ലാതെ സങ്കടപ്പെട്ട് കഴിയുന്നവരുമായ മക്കൾ രക്ഷത്തിനകത്തുണ്ടാകാം. ഈശോയെ, നിന്റെ സുഖപ്പെടുത്തുന്ന കരം ആ മക്കളുടെ മേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏതെങ്കിലുമൊക്കെ അടിമത്തത്തിലും അശുദ്ധിയിലും ഒക്കെ ആയിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം. ഈശോയെ, ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ അയോഗ്യരാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളിലും അയോഗ്യതകളിലും ഇടറിപ്പോയ ചില ജീവിതത്തിൻ്റെ ഇന്നലകൾ ഞങ്ങൾക്കുണ്ടാകാം. അതും ഞങ്ങളുടെ സ്വന്തമാണ്. ഈശോയെ, പാപത്തിൻ്റെ സർവസ്വാധീനങ്ങളിലും അകപ്പെട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ വല്ലാതെ പാപത്തിൻ്റെ ബന്ധനത്തിൽ ഞെരുങ്ങുന്ന മക്കളും ഇതിനകത്തുണ്ടാകാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ രക്ഷക്കൂട്ടായ്മയിലുണ്ടാകാം. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ, കർത്താവെ, ഞങ്ങൾ അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരും അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യേ വസിക്കുന്നവരുമാണ്. പ്രവാചകൻ ഇത് പറഞ്ഞ് തൻ്റെ കുറവുകളും തൻ്റെ അശുദ്ധിയും തൻ്റെ ബലഹീനതകളും തൻ്റെ വിശുദ്ധീകരിക്കപ്പെടേണ്ട സാധ്യതകളെല്ലാം തമ്പുരാൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചപ്പോൾ തുറന്നു വരുന്ന വചനം യെശയ്യാ 6:5 മുതലുള്ള വചനങ്ങളിൽ നാം വായിക്കുകയാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തിൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു, എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അത് കണ്ടപ്പോഴാണ് യെശയ്യാ വിളിച്ചു പറഞ്ഞത്, ഞാൻ അശുദ്ധനാണേ, ഞാൻ കുറവുള്ളവനാണേ, ഞാൻ ബലഹീനനാണ് എന്ന് അവൻ വിളിച്ചു പറഞ്ഞത്.
കർത്താവേ, ഇതാ നിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, നിന്നെ കാണുമ്പോൾ, നിൻ്റെ സ്നേഹത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുറവുകളെ, ഞങ്ങളുടെ ബലഹീനതകളെ, ഞങ്ങളുടെ ഇല്ലായ്മകളെ, ഞങ്ങളുടെ പോരായ്മകളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്കും പറയാനുണ്ട്. ഞങ്ങളുടെ ഇന്നലകളുടെ ജീവിതത്തിൻ്റെ ഇടർച്ചകളെക്കുറിച്ചും വീഴ്ചകളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാഗ്രഹം യെശയ്യായുടെ മനസ്സിലുണ്ടായിരുന്നു, വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ളൊരു ദാഹം. അടുത്ത വചനം എഴുതി വച്ചിരിക്കുന്ന, അപ്പോൾ സറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് എടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇതാ നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ കർത്താവിന് മുമ്പിൽ വരുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ തൊടണമെന്നും എൻ്റെ കർത്താവ് എന്നെ സ്പർശിക്കണമെന്നും എൻ്റെ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ കാണണമെന്നും വിശ്വാസത്തോടും ദാഹത്തോടും ഒക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ തമ്പുരാൻ പ്രവർത്തിക്കാതിരിക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് യെശയ്യാ പ്രവാചകന്റെ അധരങ്ങളെ സറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്നെടുത്ത ആ തീക്കനലുമായി, കൊടിൽ കൊണ്ടെടുത്ത തീക്കനലുമായി യെശയ്യായുടെ അടുത്ത് വന്ന് പറഞ്ഞു, അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇതാ നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. യെശയ്യാ ആഗ്രഹിച്ചത് യെശയ്യായുടെ ജീവിതത്തിൽ സ്വർഗം പൂർത്തീകരിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ വലിയ വലിയ ആഗ്രഹങ്ങളും കൊച്ചു കൊച്ചു സങ്കടങ്ങളുമൊക്കെ ആയിട്ടാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത, നിനക്ക് എടുത്തു മാറ്റാൻ പറ്റാത്ത, നിനക്ക് വിശുദ്ധീകരിക്കാൻ പറ്റാത്ത ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇന്നലകളില്ലല്ലോ. ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്ന പ്രശ്നങ്ങളിലും തമ്പുരാനെ നിനക്ക് ഇടപെടാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്വർഗത്തിൽ നിന്നും ബലിപീഠത്തിൽ നിന്നും കർത്താവെ തീക്കനൽ കൊണ്ട് യെശയ്യായുടെ അധരങ്ങളെ വിശുദ്ധീകരിച്ചെങ്കിൽ കർത്താവെ, ഇതാ ഈ അൾത്താരയിൽ, ഈ ബലിപീഠത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ജീവിക്കുന്ന കർത്താവെ, നിന്റെ കരം നീട്ടി, നിന്റെ വലത് കരം നീട്ടി, നിന്റെ വിശുദ്ധീകരിക്കുന്ന, വിടുതൽ നൽകുന്ന, സൗഖ്യം നൽകുന്ന, വീണ്ടെടുക്കുന്ന കരം നീട്ടി ഇപ്പോൾ കർത്താവെ ഈ മക്കളെ സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കർത്താവെ, തളർന്നുപോയ മനസ്സുകളുണ്ട്, ബലം നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളുണ്ട്, സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയവരുണ്ട്, ജീവിക്കാൻ പോലുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. മുന്നോട്ട് അങ്ങനെ പോകണമെന്ന് അറിയാതെ വല്ലാതെ ആകുലപ്പെടുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്യുന്നവർ ഇതിനകത്തുണ്ട്. കുടുംബ ബന്ധങ്ങൾ, ദാമ്പത്യങ്ങൾ ഒക്കെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന സാഹചര്യത്തിലായിരിക്കുന്നവരുണ്ട്. മക്കളെ ഓർത്ത് വേദനിക്കുന്ന, കണ്ണുനീര് കുടിക്കുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ട്. ദൈവമേ, നിന്റെ വലത് കരം നീട്ടണമേ. യെശയ്യായെ വിശുദ്ധീകരിച്ചതുപോലെ ഈ മക്കളെ, ഇവിടെ കുടുംബങ്ങളെ കർത്താവെ ഈ ദിവ്യകാരുണ്യത്തിന്റെ സാന്നിധ്യ ശക്തിയാൽ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ ശക്തി പുറപ്പെടട്ടെ. വചനത്തിൽ അങ്ങ് പറഞ്ഞില്ലേ, അങ്ങിൽ നിന്നും ശക്തി പുറപ്പെട്ട് അനേകർക്ക് സൗഖ്യം നൽകിയെന്ന്. അങ്ങിൽ നിന്നും ശക്തി പുറപ്പെട്ടു എന്നല്ലേ ഒരു സ്ത്രീ, കർത്താവെ നിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ വർഷങ്ങളോളം രക്തസ്രാവമുണ്ടായിരുന്ന സ്ത്രീ വിശ്വാസത്തിൽ നിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടപ്പോ നീ പറഞ്ഞതല്ലേ, എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടിരിക്കുന്നുവെന്ന്. തമ്പുരാനെ, ഈ മക്കൾ ഇതാ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കണ്ണുനീരോടും കൂടെ നിന്നെ സ്പർശിക്കുന്ന നിമിഷങ്ങളാണ്. നിന്നിൽ നിന്നും ശക്തി പുറപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളാണ്. കർത്താവെ, ഇവരെ കരുണയോടെ കടാക്ഷിക്കണമേ, സ്നേഹത്തോടെ തലോടണമേ. ഈ മക്കൾക്ക് വേണ്ടത് ഈശോയെ നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന നിന്നെ സ്പർശിക്കാൻ, നിന്നെ വീണ്ടെടുക്കാൻ, നിന്നെ വിശുദ്ധീകരിക്കാൻ, നിന്റെ ജീവിതത്തിൽ അടഞ്ഞു പോയതെല്ലാം തുറന്നു തരാൻ കഴിവുള്ള കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപ ഞങ്ങളിൽ നിറയ്ക്കണമേ, നിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ ആരാധന ആരാധന ആരാധന. പ്രിയനേ ഈശോയെ നന്ദി ഈശോയെ. യേശുവേ രക്ഷകാ. ഗാനത്തോട് ചേർന്ന് പാടാം. എൻ പ്രിയനേ യേശുവേ രക്ഷകാ. ഈശോയെ നിൻ കരമെൻ മേൽ വയ്ക്കാൻ ശുദ്ധി ചെയ്യന്നേ. ഈശോ നിൻ കരമെൻ മേൽ വയ്ക്കാൻ ശുദ്ധി ചെയ്യന്നേ. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മുട്ടുകുത്താൻ സാധിക്കുന്നവർ മുട്ടുമേലായിരുന്ന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം, കരുണയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ്. തമ്പുരാനെ, ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ, ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ മനസ്സിലോർത്ത് പ്രാർത്ഥിച്ചവർ, ഈ ആലയത്തോട് ചേർന്ന് പ്രാർത്ഥനകൾ സമർപ്പിച്ചവർ, ലോകമെമ്പാടും പ്രാർത്ഥനകൾ ആവശ്യമുള്ളവർ എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, നിൻ്റെ വലിയ കരുണ ഈ സമൂഹത്തിൻ്റെ മേൽ നിവർഷിക്കണമേ. ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് അത്ഭുതങ്ങൾ ഈ മക്കളിൽ സംഭവിക്കട്ടെ. അത്ഭുതങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. അത്ഭുതങ്ങൾ ഇവരെവിടെയിരുന്നാണോ ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്നത് ആ ഇടങ്ങളിലേക്ക് കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു യേശു യേശു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന.